ഹായ് മച്ചന്മാരെ, അപ്പം നമ്മുടെ തൊപ്പിമച്ചൻ അറസ്റ്റിലായിട്ടില്ല, ഒളിവിലാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പം വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭയങ്കര അവസ്ഥ തന്നെയാണ്. ഒരുപാട് യൂട്യൂബിൽ ഫോളോവേഴ്സുള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ തൊപ്പിമച്ചൻ. അപ്പം തൊപ്പിമച്ചാൻ്റെ തമ്മനത്തെ വീട്ടിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തേക്കുന്നതും ഡ്രൈവറും പിന്നെ ആരാണ്ട് കുറച്ചുപേരൊക്കെ അറസ്റ്റിലാണെന്നും പിന്നെ അവർ ജാമ്യം അപേക്ഷിച്ചിട്ടുണ്ടെന്നും അതുപോലെ 3 ലേഡീസ് ഉണ്ടെന്നും അവരും ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്നും ഒക്കെയാണ് ഇങ്ങനെ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒരാഴ്ച മുമ്പ് കിടന്ന കേസാണ് കേട്ടോ. ഇത് ഇപ്പോഴാണ് ഇങ്ങനെ പൊങ്ങിയൊക്കെ വരുന്നത് കേസുകൾ. ഭയങ്കര അവസ്ഥയാണ്. അപ്പം ഞാൻ വീഡിയോ കാണാൻ സാധിച്ചത് പറയുന്നത് ഈ ആരാണ്ടൊക്കെ ഒരു 2-3-4 ആൾക്കാർ ഇരുന്നിട്ട് അവരുടെ ഈ തൊപ്പിയുടെ ഉമ്മയോട് പറഞ്ഞെന്ന്, അവരുടെ ആൾക്കാരോട്, അതോ സോഷ്യൽ മീഡിയ വഴിയാണോ എന്നും എനിക്കറിയത്തില്ല, പറഞ്ഞെന്ന് ഇതുപോലെ തൊപ്പി ലഹരി മരുന്നിന് അടിമയാണെന്നും ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞെന്ന്. അപ്പോൾ മച്ചാൻ പറയുന്നത് ആ ഉമ്മയുടെ തല തൊട്ട് സത്യം വിട്ടെന്ന്, ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കുന്നില്ലെന്നും ഒക്കെയാണ്. അപ്പം കഴിഞ്ഞ 1 മാസം മുമ്പോ 2 മാസം മുമ്പ് അങ്ങാണ്ട് പുള്ളിയുടെ മച്ചാൻ്റെ ഇതായിരുന്നു, ബർത്ത്ഡേ ആയിരുന്നു. അപ്പം ബർത്ത്ഡേക്കുള്ളൊരു വീഡിയോയ്ക്കകത്താണ് മച്ചാൻ ഇത് അറിയിച്ചത്. അപ്പം വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഓരോ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. യൂട്യൂബർമാരെല്ലാം ഓരോ കേസുകളിൽ പെട്ട് ഇങ്ങനെ അറസ്റ്റിലാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥ തന്നെയാണ്. എന്ത് ചെയ്യാനല്ലേ. പിന്നെ 10 വർഷം വരെ ഇത് തടവ് ലഭിക്കാവുന്നൊരു കേസാണ് ഇത്. ഇപ്പോൾ തൊപ്പിമച്ചാനെ ഒളിവിലാണെന്നാണ്. ഇനി പിടിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഭയങ്കര കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വീട്ടിലുള്ള വീഡിയോകളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുകയാണ് വീട്ടിലിരുന്ന്. അപ്പം നമുക്ക് പുറത്തോട്ടുള്ള നമ്മുടെ വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നടുവിന് ഇത് അസുഖങ്ങളൊന്നും മാറിയിട്ടില്ല, നടുവിൻ്റെ വേദനയൊന്നും. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉടനെ തന്നെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മച്ചന്മാരെ, നമ്മൾ അറിഞ്ഞ കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഓക്കെ മച്ചന്മാരെ, നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും വാർത്താ ചാനലുകൾ കാണുക, അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക. ഇതുപോലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ചുമ്മാ ജസ്റ്റ് വീഡിയോ ചെയ്യുന്നേ ഉള്ളൂ. ചിലപ്പം കയറിപ്പോകത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഞാൻ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ.